4 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വടകര സീറ്റിൽ പ്രവീൺ കുമാർ, സജീവ് മറോളി എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത്. സീറ്റ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കും. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, കോൺഗ്രസിന്റെ 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഇന്നെങ്കിലും പ്രഖ്യാപനമുണ്ടാകുമോ? ദിവ്യ, ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്നലെ കർണാടക സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ തന്നെ വൈകി. മാത്രമല്ല, കോൺഗ്രസിന്റെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കേണ്ട തിരക്കുമുണ്ടായിരുന്നു. അത് തന്നെ പുറത്തു വന്നത് 11:30-ക്ക് ശേഷമാണ്. എന്നാൽ കേരളത്തിന്റെ കാര്യം ആ പട്ടികയിൽ ഇടം നേടിയതുമില്ല. ഇന്നിപ്പോൾ 4 സീറ്റുകളുടെ കാര്യത്തിലാണ് തീരുമാനം വരേണ്ടത്. അതിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോഴും അവ്യക്തതയും അനിശ്ചിതത്വവും തുടരുന്നത്. വടകര സീറ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സിറ്റിംഗ് സീറ്റായ വടകരയിൽ മത്സരിക്കാനില്ലെന്ന് അധികം വ്യക്തമാക്കിയതോട് കൂടിയാണ് വലിയ പ്രതിസന്ധി ഉടലെടുത്തത്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ആര് വരുമെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഗൃഹപാഠം ചെയ്തിരുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മുല്ലപ്പള്ളി ആകട്ടെ ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ നിന്നു അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള ചരടുവലികൾ നടത്തി. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വലിയ സമ്മർദ്ദം, എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ടി സിദ്ദിഖ് വയനാട്ടിലേക്ക് മാറാനുള്ള സാധ്യതയാണുള്ളത്. വയനാട് മണ്ഡലത്തിൽ സിദ്ദിഖ് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നടത്തിയ ചർച്ചയിലും ഉമ്മൻചാണ്ടി സിദ്ദിഖിനെ വയനാട് തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വയനാട് സിദ്ദിഖ് വരുമ്പോൾ വടകരയിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധി. മറ്റു ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പ്രവീൺ കുമാർ അടക്കമുള്ളവരുടെ പേരുകൾ. എന്നാൽ ഈ പേരുകളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് അറിയേണ്ടത്. പ്രവീൺ കുമാറും സജീവ് മാറോളിയും പോലുള്ള നിലവിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, സാധ്യതാ പട്ടികയിൽ ഉള്ളവർക്ക് അത്രമേൽ കരുത്തുറ്റ ഒരു പോരാട്ടം വടകരയിൽ കാഴ്ചവയ്ക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെ പ്രാദേശികമായൊക്കെ ഉയരുന്ന വികാരം. കാരണം പി ജയരാജനെതിരെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് കോൺഗ്രസ് ആ മണ്ഡലത്തിൽ കാഴ്ചവെക്കേണ്ടത് എന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ള അഭിപ്രായം. ഈ ഒരു സാഹചര്യത്തിലാണ് ആരാകും സ്ഥാനാർത്ഥി, ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നത്. മുല്ലപ്പള്ളി തന്നെ തിരിച്ചു വരണമെന്നുള്ള സമ്മർദ്ദം വളരെ ശക്തമാണ്. അദ്ദേഹത്തെ ഇന്നലെ ACC സെക്രട്ടറി മുകുൾ വാസ്നിക് അടക്കമുള്ളവർ വിളിച്ചുകൊണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് നിന്ന് VM സുധീരൻ അടക്കമുള്ള നേതാക്കളും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി രംഗത്തുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി വ്യക്തമാക്കുന്നത് താൻ മത്സരിക്കാൻ ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ താൻ അറിയിച്ച കാര്യമാണ്, അതിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ മൻമോഹൻ സിംഗ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോട് മത്സരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും മുല്ലപ്പള്ളി ഇല്ല എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായി മാറുക രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തന്നെയാണ്. ഇന്നലെ മുകുൾ വാസ്നിക് പറഞ്ഞത് ഈ 4 സീറ്റുകളിൽ രാഹുൽ തീരുമാനമെടുക്കുമെന്നാണ്. വീണ്ടും തിരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും. അപ്പോൾ ഈ വിവരങ്ങൾ ഇന്ന് രാഹുലിന്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഹുൽ മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമോ? ഇതിനകം പുറത്തു വന്നിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മുല്ലപ്പള്ളിയോട് മത്സരിക്കാൻ രാഹുൽ ആവശ്യപ്പെടുമോ എന്നാണ് അറിയേണ്ടത്. അതല്ല എങ്കിൽ ചില വനിതാ സ്ഥാനാർത്ഥികളെ അടക്കം വടകരയിൽ പരിഗണിച്ചിരുന്നു നേരത്തെ, ബിന്ദുകൃഷ്ണയുടെ പേരൊക്കെ. ആ പേരുകളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് വളരെ നിർണായകമായി മാറുക. ഉണ്ണി, ഇതിൽ വടകര ഒഴിച്ചു നിർത്തി ബാക്കി 3 സീറ്റുകൾ, ഒന്ന് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, വയനാട് ടി സിദ്ദിഖ്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ. ഈ വടകരയിൽ ആരാകും സ്ഥാനാർത്ഥി എന്നതനുസരിച്ച് മറ്റ് 3 ഇടങ്ങളിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? ആ 3 സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിക്കഴിഞ്ഞു? മറ്റ് 3 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനം എത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിൽ ടി സിദ്ദിഖിന്റെ പേര്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇന്നലെ തന്നെ ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. മുല്ലപ്പള്ളിയും ഒപ്പം KPCC നേതൃത്വവും അതിനുശേഷവും ടി സിദ്ദിഖിനെ വടകരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ ഹൈക്കമാൻഡുമായി നടത്തിയിരുന്നു. ഇനി അക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവുക തീർത്തും സാധ്യത കുറവാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് സിദ്ദിഖിനെ വടകരയിലേക്ക് മാറ്റാൻ ശ്രമിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വലിയ സമ്മർദ്ദത്തെയൊക്കെ മറികടന്ന് അങ്ങനെ ഒരു റിസ്ക് ഹൈക്കമാൻഡ് എടുക്കുമെന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ ആര് സ്ഥാനാർത്ഥിയാകും, സിദ്ദിഖ് തിരിച്ചു വന്നുകൊണ്ട് ഒരു ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു നടപടിയായി തന്നെ അതിനെ വിലയിരുത്താൻ കഴിയും. ശരി, ഇതിൽ വടകരയുടെ കാര്യത്തിലാണ് അവ്യക്തതയുള്ളത്. മുല്ലപ്പള്ളി ഇനിയൊരു മത്സരത്തിനില്ല എന്നുള്ളത് അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെ ഒരു സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ, മത്സരിക്കണം എന്ന ഒരു തരത്തിലേക്ക് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ മുല്ലപ്പള്ളി ഏത് രീതിയിലായിരിക്കും അതിനെ എടുക്കുക? മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ തന്നെയായിരിക്കില്ല സാധ്യത?
രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇറങ്ങിയേക്കും. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ശക്തമാകുമ്പോൾ വിവിധ നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ തന്നെ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും മത്സരരംഗത്ത് ഇറങ്ങണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന നിലപാട് ആവർത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കൂടി വലിയൊരു വെല്ലുവിളിയുണ്ട് ഈ വടകര മണ്ഡലത്തിന്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. സിറ്റിംഗ് മണ്ഡലം KPCC അധ്യക്ഷനെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വലിയൊരു രാഷ്ട്രീയ ചോദ്യമായി തന്നെ നിലനിൽക്കും. മാത്രമല്ല P. ജയരാജനാണ് അവിടെ സ്ഥാനാർത്ഥി. CPM-ന്റെ ഏറ്റവും പ്രമുഖ മുഖമാണ്. കൊലപാതക രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ പ്രചാരണ വിഷയമാക്കുമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി വിഷയം ഉന്നയിക്കാൻ വേണ്ടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്നതാണ് ആവശ്യം. RMP അടക്കമുള്ള ഈ കോൺഗ്രസിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചവരും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. ACC-യിലേക്ക് നിരവധി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും മുല്ലപ്പള്ളി മത്സരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ പിന്നീട് ആ മണ്ഡലത്തിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടും. അത് KPCC അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഒരുപക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും മത്സരിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു വിജയ സാധ്യതയുള്ള കരുത്തുറ്റ മറ്റൊരു ബദൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മുല്ലപ്പള്ളിക്കും KPCC നേതൃത്വത്തിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഇതുവരെ കഴിയാത്തിടത്തോളം. ശരി ഉണ്ണി, 4 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇതിൽ വടകര മണ്ഡലത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നതും. അക്കാര്യത്തിലും രാഹുൽ ഗാന്ധി ഇന്ന് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്. വിശദാംശങ്ങളാണ് M. ഉണ്ണികൃഷ്ണൻ നൽകിയത്.